ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ റീഡിങ് വന്നിട്ട് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് വളരെയധികം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തി എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഒരു തീരുമാനം, അവർ നിങ്ങളെ പറ്റിയിട്ട് എടുക്കുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ. നിങ്ങളുടെ കാര്യത്തിൽ അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് 3 ചാനൽസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക. ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒരു റെസിനേഷൻ ഒന്നും സംഭവിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ റെസിനേറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം എടുത്തിട്ട് അല്ലാത്തവരത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം.
ഒന്നുകൂടി എടുക്കാം. യൂണിവേഴ്സ് ഓക്കെ ഒരെണ്ണം ശാന്തി. വാട്ട് ഈസ് ദി ഡിസിഷൻ? എന്ത് ഡിസിഷൻ അവരിപ്പോൾ എടുത്തിരിക്കുന്നത്? എന്തൊക്കെ കാര്യത്തിലാണ് അവർക്കൊരു മേജറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. ഫയലൊന്നും വെക്കുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും അവർ ചില കാര്യങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ഒരു ഡിസിഷൻ അവരെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? അവർ ചില കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അവർ ചിന്തിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നിങ്ങളിൽ നിന്നും ഇത്തിരി പോലും മാറി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ്. നിങ്ങൾ എപ്പോഴും അവരുടെ ആയുഷ്കാലം മുഴുവൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം, അവരുടെ ഒപ്പം ഉണ്ടായിരിക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഞാൻ മുന്നൊക്കെ പറയാറുള്ളത് പോലെ നിങ്ങളെ ഒരു ഫൗണ്ടേഷനാക്കി നിർത്തിക്കൊണ്ട് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് പറ്റും, അല്ലെങ്കിൽ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ അവർക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നതിൻ്റെ തെളിവാണ് ദാറ്റ്സ് യു. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. ആൻഡ് നിങ്ങളിൽ നിന്നും പലരും പിരിഞ്ഞു പോയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും പലരും അകന്നു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പലരും മാറിപ്പോയിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരു പ്രസൻസ് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ അവരൊരുപാട് ഒബ്സസ്ഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ചില സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അതിൽ നിന്നും കരകയറുക എന്ന് അവർക്ക് പോലും അറിയാത്തൊരവസ്ഥ. വളരെ ഫാൻറ്റസി വേൾഡിലാണ്. നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. കൂടുതൽ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരു ഓഫറും കൊണ്ടായിരിക്കും അവരിനി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഒരു ഓഫർ മീൻസ് എന്തെങ്കിലും കാര്യത്തിലൊരു ഓഫർ, ഒരു ജോബ്, ഒരു വിവാഹം, ഒരു മാരേജ് പ്രപ്പോസൽ, അങ്ങനെ എന്തൊക്കെയോ അവർ ഓഫർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അവർക്ക് ആ ഓഫർ നിങ്ങൾ സ്വീകരിക്കുക വഴി നിങ്ങൾക്ക് നാലാൾ അറിയപ്പെടുന്ന ഒരു ഓഫർ സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾ നാലാൾ അറിയുന്ന ഒരു ബിഗ് സ്റ്റാറായി മാറുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. സോ ആ ഓഫർ സ്വീകരിക്കാൻ മടിക്കരുതെന്നാണ് എനിക്ക് ഈ ഒരു സമയം പറയാനുള്ളത്. നിങ്ങൾക്ക് എടുക്കാനുള്ള ഡിസിഷൻസ് എത്രയും പെട്ടെന്ന് വളരെ ചിന്തിച്ച് എടുക്കുക. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് അത്രയും സിമ്പിളാണ്, അത്രയും സിൻസിയറാണ്, നിങ്ങളെ നന്നായി സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അപ്പോൾ മുന്നിലോട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ തള്ളി മാറ്റാനോ തള്ളിക്കളയാനോ ശ്രമിക്കരുത്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് യൂണിവേഴ്സ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു 2 of Swords എനർജിയിലാണ്. ഒന്ന് അറേഞ്ച് ചെയ്തോട്ടെ.
അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങളുടെ എനർജി നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ മാറ്റണം. നിങ്ങൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. എന്ത് വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഏത് രീതിയിലുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിലോട്ട് വന്നാലും ഞാനത് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് നീക്കും, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ വളരെ ആൻഷ്യസോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെയുള്ള ഒരു വളരെ പ്യുവറായിട്ടുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു വളരെ കറക്റ്റായിട്ടുള്ളൊരു ധാരണയും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് സത്യം. നൈറ്റ് ഓഫ് വാൻസ് സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്ത് അതിനോട് കൂടെ നിങ്ങൾ ചേർന്ന് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ 4 പേര് അറിയുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരുപാട് മുറിവുകൾക്കും ഒരുപാട് വിഷമങ്ങൾക്കും ഒരുപാട് യാതനകൾക്കും എല്ലാം ഒരു റിസൾട്ട് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ പ്ലീസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, ബാക്കി കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യുക. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെയുള്ള വ്യക്തമായ ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. പല സ്ഥലത്തും സ്റ്റക്കാവാം, പല സ്ഥലത്തും മുന്നോട്ട് പോകാൻ പറ്റാതെ ഇങ്ങനെ എരിപിരി കൊള്ളുന്ന ഒരു കാര്യമൊക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി ഒരു വലിയ ഡിസിഷനാണ് നിങ്ങളെപ്പറ്റി എടുത്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനും നിങ്ങളെ ഫൗണ്ടേഷൻ ആക്കിക്കൊണ്ട് മുന്നോട്ട് ഉയർത്തി കൊണ്ടുവരാനൊക്കെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര എതിർത്താലും നിങ്ങളെ അവർ വിട്ടു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാലും നിങ്ങളുടെ പിന്നാലെ നിന്ന് അവർ മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അവർ വളരെ ആ കാര്യത്തിൽ വളരെ സിൻസിയർ ആണെന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങളിൽ നിന്നും ഒരുപാട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് സ്നേഹം, മറ്റൊന്നും നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നും നിങ്ങളിൽ നിന്ന് അവർ നേടാൻ കൊതിക്കുന്നില്ല. അവർ ഓൺലി നിങ്ങളുടെ സ്നേഹം മാത്രം. നിങ്ങൾ എത്രമാത്രം അവരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അതിൻ്റെ ഇരട്ടി എന്ന് പറയാം വേണമെങ്കിൽ. ഒരു റോസാപ്പൂ പോലെ മൃദുലമാണ് ഇപ്പോൾ അവരുടെ മനസ്സ്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. എത്ര വേദനകളുണ്ടെങ്കിലും എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും നിങ്ങൾ അവരോടൊപ്പം നിൽക്കുന്ന പക്ഷം അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങളെല്ലാം മാറുന്നതായിട്ടും അവർക്ക് ഒരുപാട് അവർ ഹാപ്പി ആകുന്നതായിട്ടും കാണുന്നുണ്ട്. സോ പ്രതിസന്ധികളിൽ തളരാതെ ഉണർന്നിരുന്ന് പ്രവർത്തിക്കുക. യൂണിവേഴ്സും ദൈവങ്ങളും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പ്രയറിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. 3 ചാനൽസ് ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാനാണ്. അപ്പോൾ അടുത്തൊരു കിഡിലൻ റീഡിങ്ങുമായിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ. ലവ് ചിന്നാട്ടോ ഉദ്ദേശിച്ചത്.